Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതിന്റെ ഷെയർ എനിക്ക് വേണം. ഷെയറാ? എനിക്ക് അവകാശപ്പെട്ടത് പോലെ ഒരു സെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇനി ഷെയർ സ്വത്തം വീതമൊന്നും അല്ല. സ്വർണ്ണപ്പല്ലില്ലേ, സ്വർണ്ണപ്പല്ല്, അതിന്റെ പപ്പാതി. ഓ അങ്ങനെയാണ്. സ്വർണ്ണപ്പല്ല് അച്ഛമ്മ എവിടെ എടുത്ത് ഒളിച്ചു വെച്ചിരിക്കുക? കിടന്നുരുളാ അച്ഛാ. ഡീല് 50-50. എനിക്ക് 50, അച്ഛന് 50. കാര്യം കഴിഞ്ഞ് ഞാൻ പൊക്കോണം. എന്നാ പിന്നെ പകുതി ആക്കുന്നില്ലടാ. മറ്റേ ചിത്രം സിനിമയിൽ ഒരു തടിയം വന്ന് ചോദിക്കുമ്പോഴേ മോഹൻലാൽ മുഴുവൻ കൊടുക്കത്തില്ലേ, അതുപോലെ എനിക്ക് കിട്ടിയ മുഴുവൻ നിനക്ക് തരാം. ഷെയർ ആക്കുന്നില്ല, ഷെയർ ആക്കുന്നില്ല. മൊട്ടേന്ന് വിളിച്ചിട്ടില്ല, ഷെയർ ചോദിച്ചോണ്ട് വന്നിരിക്കും. എടാ വേണിക്കൂട്ടാ, ആ സഞ്ജു ഒന്ന് ഒളിഞ്ഞെല്ലാം കേട്ടറാ. അതല്ല ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തത്. ആ എന്തേലും ചെയ്യണം. ആ വണ്ടി വിറ്റേ പറ്റുള്ളൂ. ആ ശരി ശരി ശരി. എന്തോ അഭിനയം അച്ഛാ, എന്നെ എന്തിനിങ്ങനെ പറ്റിക്കുന്നിട്ടുണ്ട്? എന്തോന്ന് അഭിനയം എവിടെ? ഈ ഐഡിയ ഫുള്ള് പറഞ്ഞു തന്ന ഞാൻ, അതും അച്ഛമ്മ ഒറ്റാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ കൂടെ കൂട്ടും. അവിടെ ലാസ്റ്റ് എനിക്കൊന്നുമില്ല, ഫുള്ള് വേണമെങ്കിൽ കൊണ്ട് കൊടുത്തു എപ്പോഴും. അവിടെ പുള്ളിയെ കൊണ്ട് വല്ല ഗുണമുണ്ടോ അതുമില്ല. വന്ന് ഐഡിയ ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ല. അച്ഛനെ എന്നോട്ട് കാണാൻ തുടങ്ങിയത് ഇങ്ങനെ നുണ എന്നോട് പറയാതെ. എടാ ഐഡിയ വർക്കൗട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എന്തോ അഭിനയം, എന്തോ അഭിനയം. എന്റെ അടുത്ത് ഇങ്ങനെ കളത്തരം കാണിക്കല്ലേ. നിനക്ക് അച്ഛനെ വിശ്വാസം ഇല്ലേടേ? ഇല്ല. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ വേണമെങ്കിൽ വിളിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എടാ കച്ചവടം അടിക്കാൻ വേണ്ടിയാ വിളിക്കുന്നത്. കച്ചവടമല്ല, നിൽക്കാനും പല്ല് കൊണ്ട് അങ്ങനെ വിറ്റ് കാണും. കൈ കെട്ടിയിട്ടില്ലടേ. എന്നാ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 30% എനിക്ക് ഒതിയാൻ പോകണം. നിനക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ തരാം. ആദ്യം നീ ആ പല്ല് അടിച്ചു മാറ്റി തരാവോ? പിന്നെ അഭിനയാണെങ്കിൽ എനിക്ക് ഈ സത്യങ്ങളെല്ലാം അച്ഛമ്മയോട് വിളിച്ച് പറയേണ്ടി വരും. എന്നെ അത് ആ ഒരു ലെവലിൽ എന്നെ എത്തിക്കരുത് പ്ലീസ്. നീ വന്നേ. പല്ല് അടിച്ചു മാറ്റി തരുമെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് ഞാൻ 30% തരും. പിന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് വിൽക്കൂന്ന് എനിക്കറിയാം, ഉറപ്പാ. കൈ കിട്ടിയിട്ടില്ല. പിന്നെ ഈ പ്ലാനൊക്കെ എന്തിനാ ഇട്ടാൻ? അടിച്ച് കിട്ടണ്ടേ കയ്യില്? നമ്മൾ ഒരുമിച്ച് നീങ്ങുന്നു. അയ്യ ഇനിയുണ്ട്, ഇനി വേണമെങ്കിലെ കൊണ്ട് നീങ്ങിയാൽ മതി. എടേ ഇത് അടിച്ചു മാറ്റാൻ നീ എന്റെ കൂടെ നിൽക്കുന്നു. വാക്കാണോ? വാക്കാണോ? വാക്കിന്റെ ഒന്നും അല്ല, പ്ലാൻ ഫ്ലോപ്പായെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ ഫ്ലോപ്പായ പ്ലാനിലൊന്നും സപ്പോർട്ട് ചെയ്യാറില്ല. ഒരൊറ്റ പ്രാവശ്യമാണ് നമ്മൾ ശ്രമിക്കുന്നു. വാക്കാണെങ്കിൽ വാക്കൈ വിടും. എന്നാ ഇനി ആ വേണമെങ്കിലെ വിളിക്കാൻ പറ്റൂല. ആ നീ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചിട്ടേ വിളിക്കുള്ളൂ. വേണമെങ്കിൽ ഒരാലോചനയില്ല, വേണമെങ്കിലെ വിളിക്കുമെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് ഞാൻ സ്ഥലം പെടും. ഇങ്ങോട്ട് വന്നേ. എന്റെ കൈമനക്കെടുത്തിക്കരുത്. മര്യാദയ്ക്ക് കൂടെ നിന്നോണം, കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോണം. വേണമെങ്കിലില്ലെങ്കിൽ സഞ്ജു കൂടെ നിൽക്കും, ഉറപ്പാണ്. ഇപ്പൊ കൈ തിരിച്ചു അടിച്ച് മാറ്റുന്നവരെ നമ്മൾ ഒരുമിച്ച് നിൽക്കും. കൈവിട്. വേണമെങ്കിലില്ലെങ്കിൽ സഞ്ജു കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. നിനക്ക് 30% വേണോ? 30 അല്ല 50 വേണം. ഒരു ഒറ്റ ചവിട്ടുകൂടെ വെച്ചിരുന്നു. മര്യാദക്കാണ് 30. ഡീൽ. മതി. ബാ. അമ്മ, എനിക്ക് അമ്മേനോട് ഒരു സത്യം പറയാനുണ്ടായിരുന്നു. അപ്പൊ ഇതുവരെ പറഞ്ഞെല്ലാം നുണയാണോ? അങ്ങനെ ഞാൻ പറഞ്ഞോ? സത്യം പറയാനുണ്ടെന്നാ പറഞ്ഞത്. ആ എന്നാ പറ. അമ്മയുടെ കണ്ണിനുണ്ടല്ലോ ഒരു പ്രശ്നമില്ല. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞല്ലോ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന്. എൻ്റെ അമ്മ ആ ഡോക്ടർ ഉണ്ടല്ലോ, നമ്മളെ ഗീതയില്ലേ, കൂടൂത്രക്കാരി ഗീതയോ? ആ ഗീതയുടെ കുടുംബത്തിലൊരാളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് അമ്മേനെ പറ്റിക്കേ നുണ പറയണമെന്ന്. അപ്പൊ ആ കൂടോത്രകാരിയുടെ ബന്ധുവാണ് എന്നെ നോക്കിയ ഡോക്ടർ. അപ്പൊ ആ ഡോക്ടർക്കും കൂടോത്ര അധികം അറിയാം, അതുകൊണ്ടാണ് എന്റെ ഈ കണ്ണിന്റെ കാഴ്ച പോയത്. അല്ല, അമ്മയുടെ കണ്ണിന് ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞിട്ട് അവര് പറഞ്ഞതാ. ഡോക്ടർ വെറുതെ തമാശ പറഞ്ഞതാ. ഒന്നുമല്ല, നീ നുണ പറയുന്ന. എന്റെ കണ്ണിന് കാഴ്ചയില്ല, ഞാൻ ഇനി ഈ കണ്ണ് തുറന്നു വിട്ടിട്ട് ഉള്ള കാഴ്ച കൂടെ പോണം. അതിനു വേണ്ടിയല്ലേടി? അങ്ങനെയൊന്നല്ല, അമ്മയുടെ കണ്ണിന് ഒരു പ്രശ്നമില്ല. അയ്യോ, എന്നിട്ട് എന്റെ സ്വത്തെല്ലാം അടിച്ചു മാറ്റി എന്റെ മാലയും എല്ലാം എടുത്ത് നിനക്ക് ഓടാനല്ലടി, ഞാൻ തുടക്കലടി. അവളെ നുണയും പറഞ്ഞിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ? അയ്യോ അമ്മ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ അമ്മ. എന്റെ ആ സാരി തിരിച്ചിങ്ങോട്ട് വന്നി. ആ സാരി എന്തായാലും ഞാൻ തിരിച്ചു തരില്ല. എന്തോ? ആ സാരി എന്തായാലും ഞാൻ തിരിച്ചു തരില്ല. മേടിക്കാൻ എനിക്കറിയാം. അത് അമ്മ എനിക്ക് സ്നേഹത്തോടെ ഇപ്പൊ കൊണ്ടു തന്നതല്ലേ, പിന്നെ എന്താ ഇപ്പൊ വാക്ക് മാറുന്നേ? ആ ഞാൻ വാക്ക് മാറും. ഞാൻ മേടിച്ചിട്ട് ഞാൻ അങ്ങനെയല്ലേ ചിന്തിക്കും അമ്മ. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ വന്നിട്ട് സത്യം പറയണോ? അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ചിന്തിക്കൊന്നും വേണ്ട, എളുപ്പം ഇറങ്ങ്. ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങിക്കോണം. എനിക്ക് ദേഷ്യം വന്നിരിക്കുക.
പോയി പോയടി അങ്ങോട്ട്. അമ്മ വേണ്ട. ഞാൻ ചത്താലും വാതിൽ തുറക്കൂലെന്ന് പറഞ്ഞില്ലേ? അമ്മ തുറക്ക് അമ്മ. തുറക്കൂല. വീഴിക്കാൻ നോക്കിയല്ലേടി. വടി വേണ്ടല്ലോ, ഇനി നമുക്ക് വടിയൊന്നും വേണ്ടല്ലോ അല്ലേ? കണ്ണടിയും വേണ്ട. അമ്മ കണ്ണൊന്നും ഇങ്ങനെ ശരിക്കും ഒന്ന് ഇത് കുറെ നേരം ഇങ്ങനെ വെച്ചത് കൊണ്ടാ തന്നെ ഈ കണ്ണിങ്ങനെ ഇരിക്കുന്നടി. അത് ഇങ്ങനെയൊന്ന് കൈ ഇട്ടിട്ട് ഇങ്ങനെയൊന്ന് ആക്കമ്മേ. നോക്കട്ടെ ശരിക്കും ഞാൻ നോക്കിയേ, കാണുന്നില്ലേ ഞാൻ എന്ത് കളർ ചുരിദാറായിട്ടെ? ആ ഓറഞ്ച്. ഇപ്പൊ കാഴ്ചക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. ഈ മാലയൊക്കെ തന്നെയല്ലേ ഇട്ടത്? അതെ അല്ലേ? എന്റെ തോന്നലായിരുന്നു അപ്പൊ എല്ലാം. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞപ്പോ പിന്നെ എന്താ വിശ്വസിക്കാൻ? ഞാൻ വടിയും വേണ്ട കൊടയും വേണ്ട ഒന്നും വേണ്ട. ഒന്നും വേണ്ടല്ലോ. പക്ഷെ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ഒരു ദേഷ്യമില്ല. നീ പാൽച്ചായ ഇട്ടുകൊണ്ടൂടി അവിടെ. പാൽച്ചായ ഇട്ടിരിപ്പോ. പാൽച്ചായ ഞാനിത് വെച്ചിട്ട് എങ്ങനെയുണ്ട്? നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. എന്താ ഭംഗി. പക്ഷെ ഞാൻ അമ്മേനെ അങ്ങനെ പറ്റിക്കൊണ്ടായിരുന്നു. എനിക്കും ചെറിയൊരു സാരമില്ല. സാരമില്ല. ദേഷ്യമൊന്നുമില്ലല്ലോ. നിന്നോട് എനിക്ക് എന്ത് ദേഷ്യം. അമ്മ സാരിയെല്ലാം തരാ, വീടെല്ലാം എഴുതി തരാന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സൊക്കെ മാറിപ്പോയി. അതപ്പം പറഞ്ഞാണായിരിക്കും. ഞാൻ അങ്ങനെ ഒന്നും എഴുതി തരത്തൊന്നുമില്ല. ആന്തമ്മ പറഞ്ഞിട്ട് അത്ര സമയം ആയിട്ടില്ലല്ലോ. ഞാനത് എപ്പോഴേ പറഞ്ഞതാ. ഇപ്പൊ കുറച്ച് സമയം മുമ്പ്. അത് നിന്റെ തോന്നലാ. അല്ല അമ്മ പറഞ്ഞതാ. എന്റെ സ്വത്തം മേടിച്ചോണ്ട് പോകുള്ളോ? ആ നടന്നത് തന്നെ. അമ്മ എന്താ നേരം നേരം വാക്ക് മാറ്റി പറയുന്നത്? എടി എനിക്ക് തോന്നുന്നു ഞാൻ പലതും പറയും. നിനക്ക് എന്നാ അതിന്? അങ്ങനെ പറയാൻ പാടില്ല. ആന കൊടുത്താലും ആശ കൊടുക്കാൻ പാടില്ല എന്നൊന്നും അങ്ങനെ പറയരുത്. ഇവളൊരു സൗകര്യം തരില്ല. ഇത് പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പറ, എനിക്ക് അറിയണം. പറ. അവിടെ കിടക്കുന്ന ആ കുറെ ചേമ്പ് നിപ്പില്ലേ, ഇച്ചിരി വെള്ളം കയറി കിടക്കുന്ന ആ പറമ്പ് നിനക്ക് എഴുതി തരാം. അതെനിക്ക് വേണ്ടമ്മേ. പിന്നെ ഏതാ നിനക്ക് വേണ്ട. അതെല്ലാം നികത്തിയിട്ടല്ലേ ഇതാക്കുമ്പോ അതെല്ലാം ബുദ്ധിമുട്ടാ. കുറെ പൈസ ചെലവാ. അതെനിക്ക് വേണ്ട. നീ ഒന്ന് ഇറങ്ങിത്തരാം. എനിക്ക് ഇച്ചിരി നേരം വിശ്രമിക്കണം. അമ്മ പറ, കാര്യം പറ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം പിടിപ്പിച്ചാ ഞാൻ അമ്മ പറ. അമ്മ ഞാൻ വെച്ചോളൂ. നിങ്ങളുടെ കണ്ണിന് കാര്യമായിട്ട് പ്രശ്നമുണ്ട്. നിനക്ക് പ്രാന്താടി. വെച്ചോട്ടാ. നിനക്ക് പ്രാന്താടി. നിനക്ക് കമ്മലും എല്ലാം. ഹലോ ഗൈസ്, ഞാനിന്ന് പണിയൊന്നും ഇല്ലാത്തോണ്ട് വന്നതല്ല, ഒരു ഗുഡ് മോർണിംഗ് പറയാൻ വന്നതാണ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? ലൈവ് ആണോടി? ആടാ ലൈവാ. ഹായ് ഗൈസ്, ഇത് എന്റെ ബ്രദറാണ് സഞ്ജു പി. അവന് ഇപ്പൊ നേരം വെളുത്തോളൂ, പല്ലേക്കാറുണ്ട്. ഇപ്പൊ നേരം എടുത്തല്ല, അത് ഞാൻ PSC പഠിച്ച് കിടന്നപ്പം ലേറ്റ് ആയി. അപ്പൊ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയി. അതെ അതെ, ഇപ്പൊ നേരത്തെ കിടന്ന് നേരം വൈകി എഴുന്നേക്കും അല്ലടാ? അല്ലല്ല, തിരിച്ചു പറ. ലേറ്റ് ആയി കിടന്ന് നേരം വേണം. ആ, അത് ഇവൻ ഇച്ചിരി തലതിരിഞ്ഞതായതുകൊണ്ടേ പറയണതൊക്കെ തലതിരിഞ്ഞു. അതാണ്. നീ എന്തുവാ രാവിലെ ലൈവ് ഉണ്ടാക്കി എനിക്ക് ചൊറിയുന്ന? എടാ, നിനക്ക് കമന്റ് ഒക്കെ വന്നാണ്. എനിക്കെന്തോ കമന്റ്? നീതു സഞ്ജു ഭയങ്കര ഗ്ലാമർ ആണല്ലോ, ക്യൂട്ടാണല്ലോ എന്നൊക്കെ. അത് പിന്നെ ഗൈസ്, ഞാൻ ഉണ്ടായപ്പോഴേ ക്യൂട്ടായിരുന്നു. ആൻഡ് ഈ സ്കിൻ എന്ത് ബാഡി. എടാ, വേറെയും കമന്റ് വന്നിട്ടുണ്ട്. എന്താ? സഞ്ജുവിന് താടി മീശയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാനേന്ന്. താടി മീശ ഉണ്ട്. ഞാൻ ഇത് 4 ദിവസം മുന്നേ ഒന്ന് ഷേവ് ചെയ്ത്. ഇത് കണ്ടില്ലേ, കുറ്റിയൊക്കെ വരുന്നുണ്ട്. താടി മീശ ഉണ്ട്. അല്ല ഗൈസ്, ഇതേ പാരമ്പര്യമായിട്ട് അച്ഛന് താടി മീശയൊന്നുമില്ല. അതുപോലെ തന്നെ ഇവനും താടി മീശയൊന്നും ഇല്ല, ഇനി വരാനും സാധ്യതയില്ല. നീ ലൈവ് വന്നോണ്ട് കുടുംബക്കാരെ കുറ്റം പറയുന്ന? എടാ, അതേ വേറൊരു കമന്റ് വന്നിട്ടുണ്ട്. എന്ത്? കട്ട താടി മീശയാണ് പുരുഷത്വത്തിന്റെ ലക്ഷണം. ഇവന് പുരുഷത്വം ഇല്ലേ? എടാ ഇല്ലേ പുരുഷത്വം? അതാരാ പറഞ്ഞേ? ബാബു PT. എടാ, നീയൊക്കെ ഏത് നൂറ്റാണ്ടി ജീവിക്കുന്നവരാണ്? താടി മീശ നീയൊക്കെ നിന്റെ വീട്ടിലെ പുരുഷത്വം തുടങ്ങുന്ന താടി മീശ നോക്കിയിട്ടാണ്. ഏത് ഓണം കേട്ട മൂരെന്ന് വരുന്നത്? നിങ്ങളുടെ ഫോളോവേഴ്സൊക്കെ ഒരു മറ്റോടത്തെ ലൈവും നിന്റെ കുറെ കമന്റോളി കുറെ യൂട്യൂബേഴ്സും. എന്റെ ലൈവ് ആയിട്ട് ഞാൻ പറഞ്ഞേ ലൈവ് വരുന്ന ഈ വെളുപ്പിനെ കുടുംബശ്രീ ഉണ്ടാക്കുന്ന പിന്നെ ലൈവില് കമന്റ് ഒക്കെ വരില്ലേ? നിന്റെ കണ്ണൊക്കെ ചോന്ന് നടക്കുന്ന നീ രാത്രി എന്താടി പരിപാടി? അത് കരട് പോയതാ. ഇത് കരടൊന്നുമല്ല.
ഒന്ന് പോയാടാ അവിടുന്ന്. ഇനി മേലായി കുന്നുകൊണ്ട് എന്റെ മുന്നിൽ അങ്ങനെ വന്നോണ്ടല്ലോ അവിടെ ലൈവും കുറെ പുരുഷത്വം തോടി മീശ്. കണ്ണി കണ്ട പെമ്പിളേര് നല്ല ഡയലോഗ് ഒക്കെ പറഞ്ഞപ്പോ അങ്ങ് സുഖിച്ചല്ലോ. സത്യം പറയുമ്പോ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഇങ്ങനത്തെ കുറെ സാബും ബാബും വന്ന് പിന്നെ ഓരോന്നടിക്കുമ്പോ ഞാൻ കിടന്നു നിൽക്കണം. നിനക്ക് താടി മീശില്ലാതിന് നീ എന്തിനാടാ എന്നെ വെക്കട്ടെ പറഞ്ഞേ? നിനക്കും ഇല്ലല്ലോ തോടി മീശ്. എനിക്ക് എന്തിനാടാ താടി മീശ? ഞാൻ പെണ്ണല്ലേ. നിന്റെ സ്വഭാവം അങ്ങനെ ആണല്ലേ. ഒരു താടി മീശം കൂടെ ഒന്ന് വെച്ച് പിടിപ്പീര് എന്നിട്ട് അങ്ങ് ഇറങ്ങി പോ. നിനക്ക് ഒരു കാലത്തും താടി മീശം വരികയാണ്. കാണിച്ചു തരാടി എനിക്ക് താടി മീശം വരുമോ? ഞാൻ കാണിച്ചു തരാം. നേരെ വെളുത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ശാന്തിയായിട്ട് നിൽക്കുന്നു. ഞാൻ ഒന്നും പറയുന്നില്ല മറുപടി കേട്ടാ. നിന്റെ ശാന്തി ഞാൻ കേട്ടു. ഇടി അടുക്കളയിൽ പോയി വല്ല സഹായിക്കടി. രാവിലെ ലൈവ് ഉണ്ടാക്കുന്നത് വല്ല പൈസ കിട്ടും അതുമില്ല. പോടി പോ. കിട്ടും. എവിടുന്ന് എന്ത് കിട്ടും? പോടാ എടി പോടി. പോടാ പോയി പല്ലേക്കടാ മര്യാദക്ക് മാറിയിട്ട് വെള്ളം പല്ലേക്കടാ മര്യാദക്ക് പല്ലേക്കടാ. മനസ്സിലെങ്കിലോ? പോടാ. ഇങ്ങനെയാണോ മിറ്റടിക്കുന്ന? നല്ല വൃത്തിയിൽ അടിച്ചിട്ടില്ലേ? അങ്ങനെ തന്നെയല്ലേ അടിക്കുന്നേ? അങ്ങോട്ട് വീശി അടിക്കണം. വീശി അടിക്കാൻ ഇതെന്താ കൊടുങ്കാറ്റോ? എനിക്കിട്ട് ഊതല്ലേ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് പറ. നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ആണ് എനിക്ക്. ഫാമിലി ഫോട്ടോ? എന്തിനിപ്പോ? ഫ്രെയിം ചെയ്ത് പൂജാമുറി കൊണ്ടുവെക്കാൻ. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട്, അത് മതിയാ? ഫസ്റ്റാ പൂജാമുറി വെക്കാൻ പറ്റിയ മോന്തയാ. അപ്പൊ പിന്നെ അമ്മേലെ ഇപ്പം പറഞ്ഞത് പൂജാമുറിയിൽ വെക്കാനാ? എടി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലിടാനാ. ആ വിമല അവൻ്റെ മോനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന എല്ലാവരും കൂടെ ഒരു ഫോട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എൻ്റെ ഗ്രൂപ്പിൽ. അതിന് അവര് ഗ്രൂപ്പിലിട്ടതിന് നമ്മളെ ഫോട്ടോ എന്തിനാ ഇടുന്നത്? അത് കൊള്ളാം. എല്ലാവരും ഇട്ടപ്പോ പിന്നെ എനിക്ക് ഇടാതിരിക്കും. അവനുക്കോ സരസ്വതിമ്മ മാത്രമേ ഇടാതിരുന്നിട്ടുള്ളൂ. അതിനൊരു കാരണം ഉണ്ടാവൂലേ ഫോട്ടോ ഇടുന്നതിന്? നീ ഇങ്ങോട്ട് ഫോട്ടോ എടുക്ക്. ഫാമിലി ഫോട്ടോ ഇല്ല, ഞാനും പിള്ളേരുമായിട്ടുള്ള ഫോട്ടോ ഉണ്ട്, അത് മതിയാവുക. അതിനെ പിന്നെ പ്രകാശനം ഇല്ലാതെ ഫോട്ടോ ഞാൻ എങ്ങനെ ഇടുന്നു? എന്നാ നിനക്ക് പ്രകാശനം നിർത്താൻ നാണക്കേടാണോടി? അല്ല, പ്രകാശേട്ടനായിട്ടുള്ള ഫോട്ടോ എൻ്റെ അടുത്തില്ല, ഫാമിലി ആയിട്ടുള്ളത്. പിന്നെ നീ എന്തൊരു വീട്ടമ്മയാടിയ നീ. ഒരു ഫോട്ടോ എടുക്കാൻ പോലും കഴിവില്ലാത്ത. അതിന് നിങ്ങളെ മോയെ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വരണ്ടേ? നീ മനഃപൂർവ്വം നിർത്താത്ത. ഫോട്ടോയിലെ കുറച്ച് ഭംഗി ഉണ്ടാവണം. ഓ, നിനക്ക് മാത്രമുള്ള ഭംഗി. എന്തൊരു സാധനം ഇത്. ഇപ്പൊ ഞാൻ നാണം കെടുവല്ലോ. എല്ലാരും ഇങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കുക. അന്ന് അമ്മ വാട്സപ്പിൽ കയറണ്ട, അതാ നല്ല 2 ദിവസത്തേക്ക്. അമ്മ ആ തേങ്ങയെല്ലാം പറിക്കാനായിട്ടുണ്ട് തോന്നല്ലേ? നോക്കിയേ അല്ലേ? അങ്ങോട്ട് കണ്ണു വെച്ചോ. ഇനി തേങ്ങ പറിക്കാറായിട്ടുണ്ടോന്ന്. ഞാൻ മുറ്റടിക്കുമ്പോ എന്റെ തലയിലല്ലേ വീണ്ടും പിന്നെ ഞാൻ മരിച്ചു നോക്കായിരിക്കും. നാളെ ആ പ്രകാശനം കൂട്ടിക്കൊണ്ട് പോയിട്ടൊരു ഫാമിലി ഫോട്ടോ എടുത്ത് എൻ്റെ എത്രയും പെട്ടെന്ന് എനിക്ക് തരണം. ആലോചിക്കാം. ഓ, ഇങ്ങോട്ട് മാറി ഏതായാലും അടിച്ചു വരട്ടെ. ഒന്ന് അടിക്ക് നോക്കട്ടെ. ഒന്ന് അടിക്കുന്ന എങ്ങനെയാന്ന് നോട്ടെ. അടി അടി. അടിക്കുന്നില്ല. അടിക്കൊന്ന് വൃത്തിയായിട്ട് നേരെ പോണു. എനിക്ക് അല്ല, അമ്മയല്ലേ പറഞ്ഞു ഇങ്ങനെയാണോ അടിച്ചു വരല? എന്നാ പിന്നെ അമ്മയൊന്ന് ചെയ്ത് കാണിച്ചതാ. കാണിച്ചരാൻ കൊണ്ടോ അടിക്കും. ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാടി. ഞാനിങ്ങനെ 2 കൈ പിടിച്ചിട്ട് അടിക്കാറില്ല അമ്മ. എടി ശരീരം അനങ്ങി വേണം അടിക്കാൻ. ഞാൻ കാണിച്ചു തരാം. അങ്ങനെയല്ല അടിക്കണേ. നമ്മൾ സാധാരണ എല്ലാവരും അടിക്കുന്നത് ഇങ്ങനെ ബാക്കിൽ ഇതിങ്ങനെ കൈ വെച്ചിട്ട് ഇതിങ്ങനെ അടിക്കണം. കണ്ടാ, അമ്മയുടെ കാട്ടി സ്പീഡിൽ ഞാൻ അടിച്ചില്ലേ? ഓക്കെ, ഇങ്ങനെയാണ് മുറ്റടിച്ച് വരേണ്ടത്. 2 ദിവസം ഗ്രൂപ്പ് കയറണ്ട കേട്ടാ. ഞാൻ ആലോചിച്ചോളാം. ഫോട്ടോ എല്ലാം എടുത്തിട്ട് നമുക്ക് ഇടാം. ഫോട്ടോ എടുക്കാൻ മറക്കരുത് കേട്ടാ. എന്തുവാടേ? അച്ഛൻ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് അച്ഛൻ ചത്തുപോയിന്ന്. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ശരാശരം. എന്തുവാടേ? യോഗ ചെയ്യാൻ സമ്മതിക്കത്തില്ല നീ? യോഗ ചെയ്തതാണോ? ഞാൻ വിചാരിച്ച് ചത്തെന്ന്. നീ അങ്ങനെ പലതും വിചാരിക്കും. അതേക്കുറിച്ച് ഭയങ്കര ബഹുമാനമാണല്ലോ. പുണ്ണി, നീ പഠിക്കാനൊന്നുമില്ലേ? അതാണ് ഞാൻ ഇപ്പം പഠിക്കണേ. അച്ഛൻക്ക് യോഗ പഠിപ്പിച്ചരാ. അച്ഛന്റെ യോഗയെ നീ പഠിച്ചിരുന്നല്ലേ മേലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. എന്താ അച്ഛന്റെ യോഗയ്ക്ക് ഒരു കുഴപ്പം? അതന്നെ, അച്ഛൻക്ക് യോഗ പഠിപ്പിച്ചാൽ അമ്മയ്ക്കണ്ട നല്ല ആരോഗ്യവും സ്ട്രെങ്ത് ഉണ്ടെങ്കിലോ പഠിക്കാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ സർക്കാർ ജോലി മേടിക്കൂല. യോഗ പഠിക്കുന്നതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ ഇപ്പം പോയിട്ട് പാഠപുസ്തകത്തിലെ പടങ്ങൾ പഠിച്ചാട്ടെ പോ. അച്ഛാ, ഞാൻ അവിടെ നിക്കണോ പോണോ? പോടാ. ഈ കാലാവസ്ഥയിൽ നീ പോകുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്.
എന്നാ അച്ഛൻ അമ്മേനെ യോഗ പഠിപ്പിക്കേ. ഞാൻ പോയി എന്റെ ശാസ്ത്രങ്ങൾ പഠിക്കട്ടെ. അത് ഐഡിയ. ഇരിക്കും, നമുക്ക് യോഗ പഠിക്കാം. എനിക്ക് യോഗയൊന്നും പഠിക്കണ്ട. ഇനി കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യം ഒന്ന് ബെറ്റർ ആവട്ടെ എന്ന് കരുതിയാണ് ഈ യോഗ പഠിപ്പിക്കുന്നത്. യോഗയൊന്നും പഠിക്കണ്ട. അല്ലാണ്ട് തന്നെ എനിക്ക് നല്ല ആരോഗ്യം. അത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ യോഗ പഠിച്ചിട്ടുള്ളത്. യോഗ പഠിക്കുന്ന ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടിട്ടാ. ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ ആരോഗ്യം നന്നാവട്ടെ എന്നുള്ള സൽബുദ്ധി കൊണ്ടിട്ടാ. സ്നേഹമില്ലാത്തവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഇങ്ങോട്ട് നോക്കിയേ, കുടുംബത്തിൽ എല്ലാവരോടും നല്ല സ്നേഹമുണ്ട്. ഇനി ഞാൻ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കാം ഞാൻ, എനിക്ക് എല്ലാവരോടും സ്നേഹമാണെന്ന്. എന്നാ പിന്നെ നിങ്ങളുണ്ടല്ലോ, എൻ്റെയും നിങ്ങളതും പിള്ളേരതും ഒരു ഫോട്ടോ എടുത്തിട്ട് ഫാമിലി ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരുമോ? സ്നേഹം ഫാമിലി ഫോട്ടോയിലാണോ ഇരിക്കുന്നത്? ആ കാഴ്ചക്കാർക്ക് സ്നേഹം ഫാമിലി ഫോട്ടോയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിന്റെ അച്ഛൻ കാലം കലാധരനായിരിക്കും. ഗ്രൂപ്പ് ഫോട്ടോയിൽ സ്നേഹം ഉണ്ടാകുന്നത് എന്റെയൊക്കെ സ്നേഹം മനസ്സിലാ. നിങ്ങൾ എന്തിനാ എന്ത് പറഞ്ഞു എന്റെ അച്ഛനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? നിങ്ങൾ അമ്മ തന്നെയാ പറഞ്ഞത് ഫാമിലി ഫോട്ടോ എടുത്ത് കാണിക്കാൻ വേണ്ടിട്ട്. എന്റെ അമ്മയാ? ആ നിങ്ങളെ അമ്മ തന്നെയാ, പോയിട്ട് ചോദിക്കും. അമ്മ എന്തിനായിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറയാം? എനിക്ക് എങ്ങനെയാ അറിയുന്നത്? പോയിട്ട് ചോദിക്കും. അല്ല ഇതേ അമ്മ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞെങ്കിൽ അതിൽ വല്ല വക്രബുദ്ധി ഉണ്ടാവും. എനിക്ക് എങ്ങനെയാ അറിയുന്നത്? നീ പോയൊന്ന് സോപ്പിട്ട് ചോദിച്ചു. എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. എടി ഒന്ന് സോപ്പിട്ട് തണുപ്പിച്ച്. ഞാൻ ചെയ്യില്ല. ഈ സ്ഥലമൊന്നും നമ്മുടെ പേര് എഴുതി തന്നിട്ടില്ല എന്നുള്ളത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് വല്ലതും മാനിപ്പുലേറ്റ് ചെയ്യാനാണെങ്കിൽ എനിക്കൊരു പിടിയില്ല കേട്ടോ. ഫോട്ടോ എടുത്തിട്ടാണ് സ്ഥലം എഴുതി തരുത്. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഇത്രയും കാലം ഇല്ലാത്തൊരു സ്നേഹം ഇപ്പം ഈ ഗ്രൂപ്പ് ഫോട്ടോ വഴി ഉണ്ടാകേണ്ട കാര്യം എന്തുവാ? എനിക്ക് അറിഞ്ഞൂടാ. ചോദിക്കോ? ഫോട്ടോ എടുക്കണം. നീ ഒന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കത്തില്ല. എന്തിനായിരിക്കും എന്നാലും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തിനായിരിക്കും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ? പോയിട്ട് അങ്ങ് ചോദിച്ചാ പോരെ? നമുക്ക് രണ്ടും കൂടെ പോവാം. എന്നാ വാ. വില ഇത്തിരി കൂടുതലായാലെന്താ? എന്റെ ഈ മുഖത്ത് ഒന്നുകൂടെ തിളങ്ങിയാ മതി ഇതൊക്കെ തേച്ച്. അച്ഛമ്മ, അച്ഛമ്മ, പേടിച്ചു പോയാലും ഇത് എന്തോ അവിടെ കയറി പാതിരിക്കുന്നേ. എന്തോടാ നീ അലമാര തുറക്കുന്ന? ഞാൻ ഇങ്ങനെ വന്നപ്പോ ചുമ്മാ ഇങ്ങനെ നോക്കിയത്. എന്തോ നോക്കുന്നു? ചുമ്മാ നോക്കിയത്. ഞാനില്ലാത്ത തക്ക നോക്കി അച്ഛനും മക്കളും എന്റെ അലമാര നോക്കാനാ എപ്പോഴും നോക്കുന്നു. എന്റെ പൊന്നച്ചമ്മ, ഞാൻ ഓൾറെഡി ഭയങ്കര ധർമ്മസങ്കടത്തില. ചുമ്മാ എന്റെ ധർമ്മസങ്കടം കൂട്ടല്ലേ. നിനക്കെന്തോ ധർമ്മസമ്മക്കടോടാ? അത് ധർമ്മസങ്കടം ഉണ്ട്. അതെന്തോന്നാന്ന് എന്നോട് പറയുന്നേ? ഇത് കണ്ട എന്തുവാ? താടി മീശ ഇല്ല, കട്ടിയില്ല, മൊത്തം പാച്ച് വടിച്ച് ഞാൻ മടുത്തു. എനിക്കൊന്നും വളരുന്നില്ല. നല്ല കാര്യല്ലേ? ബാർബർ ഷാപ്പിൽ കൊണ്ട് പൈസ കൊടുക്കണ്ട. ചുമ്മാ കളിയാക്കല്ലേ. ഇതെന്റെ പുരുഷത്വത്തിന്റെ കാര്യമാണ്. ചുമ്മാ ആണെന്നും സോറി. പുരുഷത്വോ? പുരുഷത്വം. എനിക്കൊരു കാര്യം അറിയണം. എന്തോ? ഇത് ഇവിടുത്തെ പാരമ്പര്യമാണോ അതോ വേറെ എന്തെങ്കിലും കുഴപ്പമാണോ? എടാ ഇവിടെ എന്തോടാ പാരമ്പര്യ കുറവ്? നിന്റെ അമ്മയുടെ വീട്ടിലായിരിക്കും താടി മീശ ഇല്ലാത്തതൊക്കെ. പിന്നെ അമ്മയുടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. അവിടെ അപ്പൂപ്പനും മാമാർക്കും ഒക്കെ നല്ല കട്ടി താടിയുണ്ട്. ഇവിടെ അച്ഛനാണ് താടി മീശ ഒന്നും ഇല്ലാത്ത. നീ നിന്റെ അച്ഛച്ചന്റെ ഫോട്ടോ എടുത്തു നോക്ക്. ഇവിടുത്തെ പാരമ്പര്യം അപ്പം അറിയാം. അച്ഛനുണ്ട്, പക്ഷെ എന്റെ അച്ഛൻ ഇല്ല. അച്ഛൻ എവിടാ? ഞാൻ അച്ഛനെ കണ്ടിട്ടേ ഇല്ല താടി മീശ വെച്ച് ഇതുവരെ. ആണ് അതെല്ലാം മടിച്ചു കളയുന്ന. അല്ല നിനക്കിപ്പോ എന്താ കാര്യം പറ. എനിക്ക് നല്ല കട്ടി താടി വേണം. ഇങ്ങനെ പിരിച്ചു വെക്കാൻ മാത്രമേ മീശ വേണം. അത്രേ ഉള്ള കാര്യം. അതിനാണോ നീ അലമാരയൊക്കെ കയറി തപ്പാൻ കിടക്കുന്നത്? ഒരു കാര്യം ചെയ്, എന്റെ കൂടെ വാ. എടാ നിനക്ക് താടി ഉണ്ടാക്കി തരാം, മീശ ഉണ്ടാക്കി തരാം. നീ വാ. ഉണ്ടാക്കി തരാനാ? എനിക്ക് ഒറിജിനലാ വേണ്ട. ഉണ്ടാക്കി തരാന്നൊക്കെ പറയുന്നത് പിന്നെ കളയാക്കുക. എടാ അതിനുള്ള മരുന്ന് ഞാൻ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു തരാന്നാ പറഞ്ഞത്. എന്നാ വരാം. എന്താ കയ്യിലൊരു പാത്രം? അങ്ങോട്ട് പോന്നെ. ഒന്നിച്ച് പോകാനല്ലോ. നീ പോടാ അങ്ങോട്ട്. എടാ നീ പോ.